ഹലോ എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടെയ്നറിനെ സംബന്ധിച്ച കുറച്ചുകൂടി കാര്യങ്ങൾ പഠിച്ചു അല്ലേ. മീഡിയ ക്വറീസ് എങ്ങനെ എഴുതണമെന്നും അതുപോലെ ബോക്സ് ഷാഡോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ കണ്ടെയ്നർ എന്തായിരുന്നു? ഒരു സിംഗിൾ ചൈൽഡ് ലേഔട്ട് വിഡ്ജറ്റ് ആയിരുന്നു കണ്ടെയ്നർ എന്ന് പറയുന്നത്. അപ്പം പലർക്കും സംശയം ഉണ്ടായിരുന്നു ഈ കണ്ടെയ്നർ എങ്ങനെയാണ് ഒരു സിംഗിൾ ചൈൽഡ് ലേഔട്ട് വിഡ്ജറ്റ് ആവുന്നത്. അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പലരുടെയും, അതായത് പിന്നീട് പലരും ടെലഗ്രാം ഗ്രൂപ്പിലും അതുപോലെ കമൻസിലും ഒക്കെ വന്ന് ചോദിച്ചിരുന്നു, കണ്ടെയ്നർ ഒരു സിംഗിൾ ചൈൽഡ് വിഡ്ജറ്റ് ആണെങ്കിൽ എങ്ങനെയാണ് സെൻറ്റർ അതിനകത്ത് വന്നത്, അതുപോലെ ടെക്സ്റ്റ് അതിനകത്ത് വന്നതെന്നൊക്കെ. അപ്പോൾ അതൊക്കെ അതിൻ്റെ ചൈൽഡ് അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടെയ്നർ ഒരു മൾട്ടി ചൈൽഡ് വിഡ്ജറ്റ് ആണെന്നൊരു കൺഫ്യൂഷൻ, അങ്ങനെ ഒരു കൺഫ്യൂഷൻ വന്നു എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ നിങ്ങളിതിനെ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. കണ്ടെയ്നർ എന്ന് പറയുന്ന ആ ഒരു വിഡ്ജറ്റിന് ചൈൽഡ് എന്ന് പറയുന്ന ഒരു നെയിംഡ് പാരാമീറ്റർ ഉണ്ട് അല്ലേ. ഇതാ ഇവിടെ കണ്ടത്. അതിലേക്ക് നമ്മൾ എന്തിനെ പാസ് ചെയ്തു? സെൻറ്ററിനെ പാസ് ചെയ്തു. അപ്പോൾ കണ്ടെയ്നർ എന്ന് പറയുന്ന വിഡ്ജറ്റിൻ്റെ ചൈൽഡ് എന്താ ഇവിടെ? സെൻറ്ററാണ് ഇവിടെ അല്ലേ. സെൻറ്റർ എന്ന് പറയുന്നത് വേറൊരു വിഡ്ജറ്റാണ്. അതായത് സെൻറ്റർ എന്ന് പറയുന്നത് കണ്ടെയ്നറിൻ്റെ ചൈൽഡ് ആണെങ്കിൽ പോലും സെൻറ്റർ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു വിഡ്ജറ്റാണ്. ആ വിഡ്ജറ്റിന്, അതായത് സെൻറ്റർ എന്ന് പറയുന്ന ആ ഒരു വിഡ്ജറ്റിന് വീണ്ടും ചൈൽഡ് എന്ന് പറഞ്ഞൊരു നെയിംഡ് പാരാമീറ്റർ ഉണ്ട്. അതിലേക്ക് നമ്മൾ എന്താ പാസ് ചെയ്തത്? ടെക്സ്റ്റാണ്. അപ്പോൾ ടെക്സ്റ്റ് ഇവിടെ ആരുടെ ചൈൽഡാണ്? സെൻറ്ററിൻ്റെ ചൈൽഡാണ്. സെൻറ്റർ ഇവിടെ ആരുടെ ചൈൽഡാണ്? കണ്ടെയ്നറിൻ്റെ ചൈൽഡാണ്. അതായത് ഇങ്ങനെ വിചാരിക്കുക, കണ്ടെയ്നറിൻ്റെ മകനാണ് സെൻറ്റർ എന്ന് വിചാരിക്കുക. ഓക്കെ, ആ സെൻറ്ററിൻ്റെ മകനാണ് ടെക്സ്റ്റ് എന്ന് വിചാരിക്കുക. അപ്പോൾ കണ്ടെയ്നർ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ടെക്സ്റ്റിൻ്റെ ഒരു ഗ്രാൻഡ് പേരൻ്റ് ആയിരിക്കും അല്ലേ. എന്ന് പറഞ്ഞ പോലെ ഇവിടെ ടെക്സ്റ്റിൻ്റെ ഒരു ഗ്രാൻഡ് പേരൻ്റ് ആണ്, അല്ലെ ഒരു ഗ്രാൻഡ് പേരൻ്റ് വിഡ്ജറ്റാണ് കണ്ടെയ്നർ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. കണ്ടെയ്നർ ഒരു സിംഗിൾ ചൈൽഡ് വിഡ്ജറ്റാണ്. ഇവിടെ നമ്മൾ സിംഗിൾ ചൈൽഡിനെ മാത്രമേ പാസ് ചെയ്യുന്നുള്ളൂ. അത് സെൻറ്ററാണ്. ആ സെൻറ്ററിൻ്റെ ചൈൽഡാണ് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നിൽ കൂടുതൽ ചൈൽഡ് ഉണ്ടെങ്കിൽ ചൈൽഡ് എന്നായിരിക്കില്ല വിളിക്കുന്നത്, നമുക്ക് ചിൽഡ്രൻ എന്ന് പറഞ്ഞൊരു നെയിംഡ് പാരാമീറ്റർ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ വിചാരിക്കുക, ചൈൽഡാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു കുട്ടി അല്ലേ. എന്ന് പറഞ്ഞ പോലെ ഒന്നിൽ കൂടുതൽ ചൈൽഡ് വിഡ്ജറ്റുകൾ ഉണ്ടെങ്കിൽ അതിനെ അവിടെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന നെയിംഡ് പാരാമീറ്റർ എന്ന് പറയുന്നത് ചിൽഡ്രൻ എന്ന് പറയുന്ന ഒരു നെയിംഡ് പാരാമീറ്റർ ആയിരിക്കും. അത് നമ്മൾ അടുത്ത വീഡിയോസിൽ പഠിക്കുന്നുണ്ട്. മൾട്ടി ചൈൽഡ് ലേഔട്ട് വിഡ്ജറ്റുകൾ പഠിക്കുന്ന സമയത്ത് അത് പഠിക്കുന്നതായിരിക്കും. ഇപ്പം ഞാൻ ബ്രീഫായിട്ട് ഇത് പറഞ്ഞു പോകാൻ കാര്യം, പലർക്കും കൺഫ്യൂഷൻ ഉണ്ടായി എങ്ങനെയാണ് കണ്ടെയ്നർ ഒരു സിംഗിൾ ചൈൽഡ് വിഡ്ജറ്റായിട്ട് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റുന്നതെന്ന് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടായെന്ന് മനസ്സിലായതുകൊണ്ടാണ് ഇങ്ങനെ എലാബറേറ്റ് ചെയ്തത്. അപ്പോൾ കണ്ടെയ്നറിൻ്റെ മകനാണ് സെൻറ്ററിൻ്റെ മകനാണ് ടെക്സ്റ്റ്. ഓക്കെ, ഇപ്പോൾ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഒരു എക്സാമ്പിൾ വെച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഓക്കെ, ഇനിയും മനസ്സിലായിട്ടില്ല എങ്കിൽ വീണ്ടും ചോദിക്കുക, ടെലഗ്രാം ഗ്രൂപ്പിലോ അല്ലെങ്കിൽ യൂട്യൂബ് കമൻസിലോ എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള എവിടെയാണെന്ന് വെച്ചാൽ അവിടെ ചോദിക്കുക. എന്നെക്കൊണ്ടാവുന്ന പോലെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയുടെ അജണ്ട എന്ന് പറയുന്നത് സിംഗിൾ ചൈൽഡ് ലേഔട്ട് വിഡ്ജറ്റുകളായ കുറേ വിഡ്ജറ്റുകളെ പരിചയപ്പെടുക എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത പ്രോഗ്രാം എല്ലാം ബേസിക് വിഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ടൊരു കസ്റ്റം വിഡ്ജറ്റിലേക്കായിരുന്നു നമ്മൾ സ്റ്റോർ ചെയ്തത് അല്ലേ. അപ്പോൾ ഇന്നത്തെ ഈ ട്യൂട്ടോറിയലിന് വേണ്ടി ഞാൻ പുതിയൊരു വിഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. കാരണം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കണ്ടെയ്നർ പോലെയുള്ള മറ്റ് സിംഗിൾ ചൈൽഡ് വിഡ്ജറ്റുകളാണല്ലോ. അപ്പോൾ നമ്മൾ ഓൾറെഡി ചെയ്ത പ്രോഗ്രാം കളയണ്ട, അത് അവിടെ കിടക്കട്ടെ. അപ്പോൾ നമുക്ക് പുതിയൊരു വിഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യാം. അതിനായിട്ട് എന്താ ചെയ്യേണ്ടത്? പുതിയൊരു ഫയൽ ഓപ്പൺ ചെയ്യുക, ഫയൽ ക്രിയേറ്റ് ചെയ്യുക. കാരണം ഇതൊരു കസ്റ്റം വിഡ്ജറ്റാണ്. ഓക്കെ, ആ കസ്റ്റം വിഡ്ജറ്റിനുള്ളിലാണ് നമ്മൾ ഫ്ലട്ടർ പ്രൊവൈഡ് ചെയ്യുന്ന വിഡ്ജറ്റുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മളൊരു വിഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് സിംഗിൾ ചൈൽഡ് ലേഔട്ട്സ് എന്ന് പേര് കൊടുക്കാം. സിംഗിൾ ചൈൽഡ് ലേഔട്ട്സ് എന്ന് പേര് കൊടുത്തു. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ഈ ഒരു മെറ്റീരിയൽ ലൈബ്രറി ഇമ്പോർട്ട് ചെയ്യുക ഇവിടെ. ഓക്കെ, അടുത്തായിട്ട് എന്താണ്? ക്ലാസ് ക്രിയേറ്റ് ചെയ്യുക. സിംഗിൾ ചൈൽഡ് ലേഔട്ട്സ് എന്ന് പറയുന്നൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ഇവിടെ ഇൻഹെറിറ്റൻസ് അപ്ലൈ ചെയ്യണം അല്ലേ. ഏത് ബേസ് ക്ലാസ്സിനെ വെച്ചിട്ടാണ്? സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് എന്ന് പറയുന്ന ആ ഒരു ബേസ് ക്ലാസ്സിനെ ഇൻഹെറിറ്റ് ചെയ്യണം ഇവിടെ. അതെങ്ങനെയാണ് ചെയ്യുന്നത്? എക്സ്റ്റെൻസ് stateless widget. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് എന്താണ് നമുക്ക് വേണ്ടത്? ഇവിടെ ഒരു ബിൽഡ് ഫംഗ്ഷൻ വേണം. അപ്പോൾ അത് നമ്മൾ ഓവർ റൈഡ് ചെയ്യാൻ പോവുകയാണ്. കാരണം അത് സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റിലുള്ള ഒരു ഫംഗ്ഷനാണ്. അതിനെ നമ്മൾ റീഡിഫൈൻ ചെയ്യുകയാണ്
ഈ ഒരു സിംഗിൾ ചൈൽഡ് ലേഔട്ട്സ് എന്ന് പറഞ്ഞ ഒരു കസ്റ്റം വിഡ്ജറ്റിൽ നിന്നുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, ഇതൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല. അപ്പോൾ നമ്മൾ ഒരു ബിൽഡ് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു. ആ ബിൽഡ് ഫംഗ്ഷനിലേക്ക് നമുക്ക് എന്തൊക്കെ വേരിയബിൾസ് പാസ് ചെയ്ത് കൊടുക്കണം? ബിൽഡ് കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ നമ്മൾ പാസ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇപ്പോഴും നമുക്ക് ബിൽഡിന് അടിയിലായിട്ടൊരു എറർ കിട്ടുന്നുണ്ട്. കാരണം എന്താണ്? നമ്മൾ ബിൽഡ് ഫംഗ്ഷന് ഒരു റിട്ടേൺ ടൈപ്പ് മെൻഷൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇവിടെ നമ്മൾ ഒന്നും തന്നെ റിട്ടേൺ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നമുക്കിവിടെ ഒരു എറർ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? റിട്ടേൺ എന്താണ് നമ്മളിവിടെ റിട്ടേൺ ചെയ്യാൻ പോകുന്നത്? ഒരു കണ്ടെയ്നർ തന്നെ നമുക്ക് റിട്ടേൺ ചെയ്യാം. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ നമുക്ക് റിട്ടേൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ പ്രോഗ്രാം അങ്ങ് സേവ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം? ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ സിംഗിൾ ചൈൽഡ് ലേഔട്ട് എവിടെയാണ് കിടക്കുന്നത്? വിഡ്ജറ്റിനുള്ള ഒരു ഫയലിലാണ് ഇത് കിടക്കുന്നത്. പക്ഷേ ഫ്ലട്ടറിന് അറിയില്ല ഇങ്ങനൊരു വിഡ്ജറ്റ്, ഒരു കസ്റ്റം വിഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ നമ്മൾ app.dart എന്ന് പറയുന്ന ഒരു ഫയലിൽ പോയിട്ട് നമ്മളതിനെ ഇമ്പോർട്ട് ചെയ്യണം. നമ്മൾ എങ്ങനെയാണോ ബേസിക് വിഡ്ജറ്റിനെ ഇമ്പോർട്ട് ചെയ്തത് അതേപോലെ തന്നെ സിംഗിൾ ചൈൽഡ് layouts.dart. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ ആദ്യം കഴിഞ്ഞ പ്രോഗ്രാമിൽ നമ്മൾ യൂസ് ചെയ്തത് ബേസിക് വിഡ്ജറ്റ് എന്ന് പറയുന്ന ഒരു വിഡ്ജറ്റ് ആയിരുന്നു അല്ലേ. ഇനി അതിനെ മാറി ഞാനിവിടെ സിംഗിൾ ചൈൽഡ് ലേഔട്ട്സ് എന്ന് പറഞ്ഞ ആ ഒരു വിഡ്ജറ്റിന് യൂസ് ചെയ്യാൻ പോകണം. നമ്മളിനി ഈ ഒരു ബേസിക് വിഡ്ജറ്റിനെ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. കാരണം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത പ്രോഗ്രാമെല്ലാം അതിൽ കിടക്കുകയാണ്. അപ്പോൾ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ തൽക്കാലം അതിനെ അങ്ങ് നമ്മുടെ വിഡ്ജറ്റ് ട്രീയിൽ നിന്നും റിമൂവ് ചെയ്യുകയാണ്. ഓക്കെ, അതിന് പകരം നമ്മൾ ഇന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന സിംഗിൾ ചൈൽഡ് ലേഔട്ട്സ് എന്ന് പറഞ്ഞ ഒരു വിഡ്ജറ്റിനെ വിഡ്ജറ്റ് ട്രീയിലേക്ക് ആഡ് ചെയ്യാൻ പോകണം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്താണ് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ കൊടുത്തു അല്ലേ. അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞു നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് എന്താണ്? സിംഗിൾ ചൈൽഡ് ലേഔട്ട് വിഡ്ജറ്റുകളാണ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അതിൽ ആദ്യം തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നൊരു വിഡ്ജറ്റാണ് പാഡിങ് എന്ന് പറയുന്ന ഒരു വിഡ്ജറ്റ്. അപ്പം ഞാൻ ഈ കണ്ടെയ്നർ മാറ്റി ഞാൻ പാഡിങ് എന്ന് പറയുന്ന വിഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഈ പേരിൽ തന്നെയുണ്ട് പാഡിങ് വിഡ്ജറ്റ്. എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? പാഡിങ്, അതായത് ഒരു എലമെൻറ്റിന് പാഡിങ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതെങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് നോക്കാം. പാഡിങ് എന്ന് പറഞ്ഞ ഒരു കൺസ്ട്രക്ടർ ഉണ്ട്. അതിൽ നെയിംഡ് പാരാമീറ്ററായിട്ട് വീണ്ടും പാഡിങ് എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ ഉണ്ട്. കണ്ടെയ്നറിൽ നമ്മൾ പാഡിങ് കൊടുത്ത പോലെ തന്നെയാണ് ഇവിടെയും. എഡ്ജ് ഇൻസെറ്റ്സ് ഞാനിവിടെ എല്ലാ സൈഡിലേക്കും അപ്ലൈ ചെയ്യുന്ന തരത്തിലുള്ളൊരു പാഡിങ് കൊടുക്കാൻ പോകുന്നത് 100 വാല്യൂ വരുന്ന തരത്തിലുള്ളൊരു പാഡിങ് കൊടുക്കുകയാണ്. അപ്പോൾ കണ്ടെയ്നറിൻ്റെ ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടു എങ്ങനെയാണ് കണ്ടെയ്നറിനുള്ളിൽ പാഡിങ് കൊടുക്കുന്നതെന്ന് നമ്മൾ കണ്ടു. അതേ മെത്തേഡ് തന്നെയാണ്, അതേ നെയിംഡ് പാരാമീറ്ററുമാണ് ഈ ഒരു പാഡിങ് എന്ന് പറയുന്ന ഒരു ക്ലാസ്സിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ചൈൽഡ് വിഡ്ജറ്റും ഉണ്ടാവും. ഓക്കെ, കാരണം എന്താണ്? ഇതൊരു സിംഗിൾ ചൈൽഡ് ലേഔട്ട് വിഡ്ജറ്റാണ്. അതുകൊണ്ട് നമുക്കിവിടെ ഒരു ചൈൽഡ് എന്ന് പറയുന്ന ഒരു നെയിംഡ് പാരാമീറ്ററും കൂടി ഉണ്ടാവും. അതിലേക്ക് നമ്മൾ എന്താണ് പാസ് ചെയ്ത് കൊടുക്കേണ്ടത്? എല്ലായ്പ്പോഴും ചൈൽഡിലേക്കും അല്ലെങ്കിൽ ചിൽഡ്രനിലേക്കും നമ്മൾ പാസ് ചെയ്ത് കൊടുക്കേണ്ടത് വിഡ്ജറ്റ് ടൈപ്പുകളെ ആയിരിക്കണം. ഓക്കെ, വിഡ്ജറ്റുകളെ ആയിരിക്കണം നമ്മൾ ചൈൽഡിലേക്ക് പാസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ ഞാൻ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് വിഡ്ജറ്റ് പാസ് ചെയ്യാൻ പോവാണ്, മല്ലു ഡെവലപ്പർ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇവിടെ ഒരു വലിയൊരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. നമ്മൾ ഈ പാഡിങ് എന്ന് പറയുന്ന വിഡ്ജറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തത്? ഒരു എലമെൻറ്റിന് അല്ലെങ്കിൽ ഒരു വിഡ്ജറ്റിന് കുറച്ച് പാഡിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലേ. അതുപോലെ തന്നെ പാഡിങ് എന്ന് പറയുന്ന ഈ ഒരു വിഡ്ജറ്റിൻ്റെ ഒരു ചൈൽഡ് വിഡ്ജറ്റും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് തോന്നാം കണ്ടെയ്നർ നമ്മൾ ഓൾറെഡി പഠിച്ചു, കണ്ടെയ്നറിൽ നിന്നും എന്ത് വ്യത്യാസമാണ് ഇതിനുള്ളതെന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നാം. ശരിയാണ്, ഒരു കണ്ടെയ്നറിനെ വെച്ച് നോക്കിയാൽ കണ്ടെയ്നർ ഇതിലും പവർഫുള്ളാണ് അല്ലേ. പാഡിങ്ങിൻ്റെ ഒരു പ്രശ്നം എന്താ? പാഡിങ്ങിൻ്റെ ആ ഒരു കൺസ്ട്രക്റ്റിന് മുകളിലൊന്ന് ഹോവർ ചെയ്ത് നോക്കൂ. പാഡിങ്ങിന് എന്തൊക്കെ പാരാമീറ്റേഴ്സിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും? കീ ഉണ്ട്. ഓക്കെ, കീനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ഏത് വിഡ്ജറ്റ്, കണ്ടെയ്നർ ആയാലും പാഡിങ് ആയാലും നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന ഏതൊരു വിഡ്ജറ്റിനും കീ എന്ന് പറയുന്ന ഒരു നെയിംഡ് പാരാമീറ്റർ ഉണ്ട് കേട്ടോ. അത് നമ്മളിപ്പോൾ നോക്കുന്നില്ല, അത് നമ്മളൊരു ഇൻ്റർമീഡിയറ്റ് ലെവലിലെത്തുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് നോക്കുന്നതാണ്. ഇപ്പോൾ തൽക്കാലം അതങ്ങ് ഇഗ്നോർ ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ ആ കീ ഒഴിവാക്കി കഴിഞ്ഞാൽ പാഡിങ്ങിന് വേറെ എന്തൊക്കെ നെയിംഡ് പാരാമീറ്റേഴ്സ് ഉണ്ട്? പാഡിങ് എന്ന് പറയുന്നൊരു നെയിംഡ് പാരാമീറ്റർ ഉണ്ട്,
ഒരു ചൈൽഡ് എന്ന് പറയുന്ന ഒരു നെയിംഡ് പാരാമീറ്റർ ഉണ്ട്. ഇതിൽ നിന്നും എന്ത് മനസ്സിലാക്കാം? പാഡിംഗ് എന്ന് പറയുന്ന ഈ ഒരു വിഡ്ജറ്റ് ഉപയോഗിച്ച് നമുക്കൊരു എലമെൻറ്റിന് അല്ലെങ്കിൽ ഒരു വിഡ്ജറ്റിന് പാഡിംഗ് കൊടുക്കാൻ മാത്രമേ സാധിക്കുള്ളൂ. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് കണ്ടെയ്നർ ഉപയോഗിച്ചുകൂടാ? കണ്ടെയ്നർ ഇതിലും പവർഫുൾ ആണല്ലോ. ശരിയാണ്, നല്ലൊരു ക്വസ്റ്റ്യനാണ്. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടെയ്നർ ഒരുമാതിരി എന്താ പറയുക, കണ്ടെയ്നറിനോടൊപ്പം തന്നെ എല്ലാ തരത്തിലുള്ള ഫീച്ചേഴ്സും വരുന്നുണ്ട് അല്ലേ. മാർജിൻ കൊടുക്കാം, പാഡിംഗ് കൊടുക്കാം. അപ്പോൾ കണ്ടെയ്നറിന് വേണ്ടിയിട്ടൊരു കൺസ്ട്രക്ടർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ അതിന് അലോക്കേറ്റ് ചെയ്യുന്ന മെമ്മറി, അതായത് നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഴുതി കൊടുക്കുന്ന ഈ ഡാറ്റ് കോഡിനെ കമ്പൈൽ ചെയ്തിട്ട് ആ ഒരു ആപ്പ് ലോഡ് ചെയ്യുവാണ് അല്ലേ. ആ ആപ്പ് ലോഡ് ചെയ്യുന്ന സമയത്ത് ഈ കണ്ടെയ്നർ എന്ന് പറയുന്ന ഈ ഒരു കൺസ്ട്രക്ടർ, ഈ അല്ലെങ്കിൽ കണ്ടെയ്നർ എന്ന് പറയുന്ന ഈ ഒരു ക്ലാസ്സിന് വേണ്ടി അലോക്കേറ്റ് ചെയ്യപ്പെടുന്ന മെമ്മറി എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും കമ്പയർഡ് ടു പാഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് പാഡിംഗ് എന്ന് പറയുന്ന വിഡ്ജറ്റിനെ അപേക്ഷിച്ച് കണ്ടെയ്നർ എന്ന് പറയുന്ന വിഡ്ജറ്റിന് കൂടുതൽ മെമ്മറി അലോക്കേറ്റ് ചെയ്യപ്പെടും കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു പാഡിംഗ് കൊടുത്താൽ മതിയെങ്കിൽ എന്തിനാണ് അവിടെ കണ്ടെയ്നർ മൊത്തത്തിൽ ഉപയോഗിക്കുന്നത്? ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ 2 പേര് എറണാകുളത്തു നിന്നും തൃശ്ശൂർക്ക് 2 പേർക്ക് പോകണം. അപ്പോൾ നമ്മളൊരു ബൈക്ക് എടുത്ത് പോകുന്നതാണോ അതൊരു ബസ് എടുത്ത് പോകുന്നതാണോ എന്നുള്ളത് ഈ 2 പേർക്ക് പോകാൻ വേണ്ടി എന്ന് പറയുന്ന പോലെയാണ് ഇവിടെ പാഡിംഗ് കൊടുക്കാൻ വേണ്ടി പാഡിംഗ് എന്ന് പറയുന്ന വിഡ്ജറ്റ് ഉപയോഗിക്കുന്നതാണോ അതോ കണ്ടെയ്നർ എന്ന് പറയുന്ന വിഡ്ജറ്റ് ഉപയോഗിക്കുന്നതാണോ നല്ലതെന്ന് ചോദിക്കുന്നത്. അപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോ പർപ്പസിന് വേണ്ടി മാത്രമായിട്ടുള്ള വിഡ്ജറ്റുകളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന സിംഗിൾ ചൈൽഡ് ലേഔട്ട് വിഡ്ജറ്റുകൾ. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പം കിട്ടി. നിങ്ങൾ ഓൾറെഡി കണ്ടെയ്നർ പഠിച്ചിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് ഈ വീഡിയോ വളരെ എളുപ്പമായിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ പാഡിംഗ് എന്ന് പറയുന്ന ഈ ഒരു വിഡ്ജറ്റിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഒരു എലമെൻറ്റിന് പാഡിംഗ് കൊടുക്കാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, നമുക്കിപ്പോൾ ഇവിടെ ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മല്ലു ഡെവലപ്പർ എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ നമ്മുടെ എമുലേറ്ററിൽ പ്രിൻ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ കൊടുത്ത പാഡിംഗ് എന്ന് പറയുന്നത് 100 ആണ്. അത് എല്ലാ സൈഡിലും ഓൾ എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്തിനാണെന്നൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ കൊടുത്ത പാഡിങ് 100 ആണ് കൊടുത്തത് അല്ലേ. അതായത് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു വിഡ്ജറ്റിൻ്റെ എല്ലാ സൈഡിലേക്കും 100 പിക്സൽ പാഡിങ് വരുന്ന തരത്തിലുള്ള ഒരു സെറ്റിങ്സ് ആണ് നമ്മളിവിടെ കൊടുത്തത് അല്ലേ. അപ്പോൾ ഈ ഒരു സെറ്റിങ്സ് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പാടായിരിക്കും എന്താണ് അവിടെ വരുന്ന മാറ്റമെന്ന്. അപ്പം ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓളിന് പകരം ഞാനിവിടെ ഓൺലി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കുകയാണ്. ഓൺലി എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുമ്പോൾ എന്താണ് അഡ്വാൻറ്റേജ്? ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. ഓൺലി എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ചാൽ നമുക്ക് ഏത് സൈഡിനാണ് കൂടുതൽ വേണ്ടേ പാഡിങ് അല്ലെങ്കിൽ കുറവ് വേണ്ടേ എന്നൊക്കെ നമുക്ക് മാനുവലി സെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഇതൊക്കെ ഓപ്ഷണൽ പാരാമീറ്റേഴ്സും കൂടിയാണ്. അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ കൊടുത്താൽ മതി. ഇപ്പോൾ ലെഫ്റ്റ് കൊടുത്തു, റൈറ്റ് കൊടുത്തു, ടോപ്പും ബോട്ടും കൊടുത്തിട്ടില്ലെങ്കിൽ പോലും ഇത് വർക്ക് ചെയ്യും. കാരണം അതെല്ലാം ഓപ്ഷണൽ ആയിട്ടുള്ള പാരാമീറ്റേഴ്സാണ്. ഞാനിവിടെ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി ലെഫ്റ്റ് മാത്രം കൊടുക്കുകയാണ്. ലെഫ്റ്റിന് ഞാനൊരു 300 പിക്സൽ പാഡിങ് കൊടുക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഈ വിഡ്ജറ്റ് എന്ത് ചെയ്യണം? റൈറ്റ് സൈഡിലേക്ക് തള്ളി നിൽക്കണം. ലെഫ്റ്റ് സൈഡിൽ ഒരു 300 പിക്സൽ എംപ്റ്റി സ്പേസ് ഉണ്ടാവണം അല്ലേ. നമുക്ക് നോക്കാം, റൺ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, നമ്മൾ ഉദ്ദേശിച്ച തരത്തിലുള്ള ഒരു ഔട്ട്പുട്ട് തന്നെ നമുക്ക് കിട്ടി. അതായത് ഇത്രയും ഏരിയ അത് പാഡിങ് ആയി. അതായത് അറൗണ്ട് 300 പിക്സൽ പാഡിങ് ഇവിടെ വന്നു. റൈറ്റിലും ടോപ്പിലും ബോട്ടത്തിലും നമ്മൾ ഒരു പാഡിങ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ലാത്തതുകൊണ്ട് നമ്മുടെ ടെക്സ്റ്റ് മല്ലു ഡെവലപ്പർ എന്ന് പറയുന്ന ആ ഒരു ടെക്സ്റ്റ് റൈറ്റ് സൈഡിലേക്ക് തള്ളി നിൽക്കുന്ന പോലെ നമുക്ക് കിട്ടി. അപ്പോൾ അത്രയേ ഉള്ളൂ. പാഡിങ് എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ എന്തുകൊണ്ട് പാഡിങ് ഉപയോഗിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടി പറയാം. കണ്ടെയ്നർ എന്ന് പറയുന്ന ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് മെമ്മറി അലോക്കേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം നമുക്ക് അത്രയും ആവശ്യമില്ലെങ്കിൽ നമ്മൾ സേവ് ചെയ്യാവുന്നതെല്ലാം സേവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പാഡിങ് മാത്രമാണ് നമ്മുടെ ഉദ്ദേശമെങ്കിൽ കണ്ടെയ്നർ ഉപയോഗിക്കാതെ അതിനുവേണ്ടി പാഡിങ് എന്ന് പറയുന്നൊരു വിഡ്ജറ്റ് തന്നെയുണ്ട്, അത് യൂസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ഈ വിഡ്ജറ്റ് നമ്മൾ പരിചയപ്പെട്ടത്. പാഡിങ് ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വിഡ്ജറ്റിലേക്ക് കിടക്കാം. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെൻറ്റർ എന്ന് പറയുന്ന ഒരു വിഡ്ജറ്റാണ്. സെൻറ്റർ എന്ന് പറയുന്ന ഒരു വിഡ്ജറ്റ് നമ്മൾ ഓൾറെഡി ഒരുപാട് സ്ഥലങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ കുറേ എക്സാമ്പിളുകളിൽ നമ്മൾ സെൻറ്റർ ഓൾറെഡി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബ്രീഫായിട്ട് പറഞ്ഞു പോയി എന്താണെന്നുള്ളത്. പക്ഷേ ഒന്നുകൂടി ഒരു എക്സാമ്പിൾ സഹിതം ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ സെൻറ്റർ എന്താണെന്ന് ഓൾറെഡി അറിയാവുന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ കൺസ്ട്രക്ടർ അങ്ങ് എഴുതുകയാണ്. സെൻറ്റർ വിഡ്ജറ്റ്. അതുപോലെ തന്നെ അതിനെന്താണ് ഒരു ചൈൽഡ് എന്ന് പറയുന്ന ഒരു നെയിംഡ് പാരാമീറ്റർ ഉണ്ട് അല്ലേ. ആ നെയിംഡ് പാരാമീറ്റർ ചൈൽഡ് എന്ന് പറയുന്ന നെയിംഡ് പാരാമീറ്ററിലേക്ക് ഞാനൊരു ടെക്സ്റ്റ് പാസ് ചെയ്യുകയാണ്.
ഇതൊന്ന് നമുക്ക് സേവ് ചെയ്ത് ഔട്ട്പുട്ട് എന്താ വരുന്നത് നോക്കാം. കണ്ടില്ലേ, നമുക്കിവിടെ മല്ലു ഡെവലപ്പർ എന്ന് പറഞ്ഞിട്ട് ഇത് ഈ ഒരു സെൻറ്ററിലായിട്ട് നമുക്ക് പ്രിൻ്റ് ചെയ്ത് കിട്ടി. അപ്പോൾ ഇവിടെ എന്താ ചെയ്തത് ശരിക്കും പറഞ്ഞാൽ, സെൻറ്റർ വിഡ്ജറ്റ് എന്തിനാണെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, ഒരു എലമെൻറ്റിനുള്ളിൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിംഗിൾ ചൈൽഡ് ലേഔട്ട്സ് എന്ന് പറഞ്ഞ ഈ ഒരു വിഡ്ജറ്റ് റിട്ടേൺ ചെയ്യുന്നത് എന്താണ്, സെൻറ്റർ എന്ന് പറയുന്നൊരു വിഡ്ജറ്റാണ് അല്ലേ. അപ്പോൾ ഈ സെൻറ്റർ എന്ന് പറയുന്ന വിഡ്ജറ്റ് എന്തിൻ്റെ ചൈൽഡാണ് ശരിക്കും പറഞ്ഞാൽ, സിംഗിൾ ചൈൽഡ് ലേഔട്ട് എന്ന് പറയുന്ന ആ ഒരു കസ്റ്റം വിഡ്ജറ്റിൻ്റെ ചൈൽഡാണ് സെൻറ്റർ വിഡ്ജറ്റ് അല്ലേ. ഇനി ഈ സിംഗിൾ ചൈൽഡ് ലേഔട്ട് എന്തിൻ്റെ ചൈൽഡാണ്, app.art പോയി നോക്കിയാൽ അറിയാൻ പറ്റും. സിംഗിൾ ചൈൽഡ് ലേഔട്ട്സ് എന്ന് പറയുന്നത് വേറൊരു സെൻറ്റർ വിഡ്ജറ്റിൻ്റെ ചൈൽഡാണ്. ആ സെൻറ്റർ വിഡ്ജറ്റ് എന്ന് പറയുന്നത് എന്താണ്, സ്കാഫോൾഡിൻ്റെ ബോഡിയാണ്. അതായത് ഈ സെൻറ്റർ വിഡ്ജറ്റിൻ്റെ പേരൻറ്റിൻ്റെ സൈസ് എന്താണ്, സ്ക്രീനിൻ്റെ വിഡ്ത്ത് എത്രയാണോ അത്, സ്ക്രീനിൻ്റെ ഹൈറ്റ് എത്രയാണോ അത്. കാരണം എന്താണ്, ഈ സെൻറ്റർ വിഡ്ജറ്റ് അല്ലെങ്കിൽ ഈ സിംഗിൾ ചൈൽഡ് ലേഔട്ട് എന്ന് പറഞ്ഞ ഈ ഒരു കസ്റ്റം വിഡ്ജറ്റ് ഹോൾഡ് ചെയ്തേക്കുന്നത് സ്കാഫോൾഡാണ്. സ്കാഫോൾഡ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, നമ്മുടെ സ്ക്രീനിൻ്റെ വിഡ്ത്തും ഹൈറ്റും അതേപടി കോപ്പി ചെയ്യുന്ന തരത്തിലുള്ള ഒരു വിഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്കാഫോൾഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനുള്ളിലാണ് നമ്മൾ ഈ ഒരു സെൻറ്റർ വിഡ്ജറ്റ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ സെൻറ്റർ വിഡ്ജറ്റിൻ്റെ പർപ്പസ് എന്താണ്, നമ്മൾ സെൻറ്റർ വിഡ്ജറ്റിൻ്റെ ചൈൽഡ് എന്താണോ അതിനെ വെർട്ടിക്കലി നോക്കിയാലും ഹൊറിസോണ്ടലി നോക്കിയാലും സെൻറ്ററായിട്ട് വരുന്ന, അതായത് സ്ക്രീനിൻ്റെ അല്ലെങ്കിൽ ആ ഒരു എലമെൻറ്റ് ആ ഒരു പേരൻറ്റ് വിഡ്ജറ്റിൻ്റെ മിഡിലായിട്ട് ചൈൽഡ് വിഡ്ജറ്റിനെ പ്ലേസ് ചെയ്യുന്ന തരത്തിലായിരിക്കും സെൻറ്റർ വിഡ്ജറ്റ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ പേരൻ്റ് എന്ന് പറയുന്നത് സ്കാഫോൾഡാണ് ശരിക്കും പറഞ്ഞാൽ. ആ സ്കാഫോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സ്ക്രീൻ മൊത്തം നിറഞ്ഞു നിൽക്കും. അപ്പോൾ അതിൻ്റെ സെൻറ്റർ എന്ന് പറയുമ്പോൾ ആ സ്ക്രീനിൻ്റെ തന്നെ ഏറ്റവും മിഡിലായിട്ട് സെൻറ്റർ വിഡ്ജറ്റ് അതിൻ്റെ ചൈൽഡിനെ പ്ലേസ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ സെൻറ്ററിനെ ഒരു കണ്ടെയ്നറിനകത്തേക്ക് മാറ്റാം. ഓക്കെ, ഈ കണ്ടെയ്നറിന് ഞാനൊരു വിഡ്ത്ത് കൊടുക്കുകയാണ് 400. ഓക്കെ, ഹൈറ്റ് കൊടുക്കുന്നത് ഒരു 200 ആയിക്കോട്ടെ. ഇനി അതിൻ്റെ ചൈൽഡായിട്ട് ഇപ്പോൾ നമ്മൾ എഴുതിയ ആ ഒരു കോഡിനെ അങ്ങ് പാസ് ചെയ്യാം. എന്തായിരിക്കും ഔട്ട്പുട്ട് നോക്കാം. നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ലല്ലേ വ്യത്യാസമൊന്നും. കാരണം എന്താ, കണ്ടെയ്നറിന് നമ്മൾ പ്രത്യേകിച്ച് കളറൊന്നും കൊടുത്തില്ല. കളറായിട്ട് നമുക്ക് ഗ്രീൻ കൊടുക്കാം അല്ലേ. ഇപ്പോൾ നമുക്കിവിടെ കണ്ടെയ്നർ എന്താണ് ശരിക്കും, 400 പിക്സൽ വിഡ്ത്തുള്ള അതുപോലെ തന്നെ 200 പിക്സൽ ഹൈറ്റുമുള്ള ഒരു വിഡ്ജറ്റാണ് കണ്ടെയ്നർ എന്ന് പറയുന്നത്. ആ കണ്ടെയ്നറിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ മല്ലു ഡെവലപ്പർ എന്ന് പ്രിൻ്റ് ചെയ്യുന്ന തരത്തിൽ ആ ടെക്സ്റ്റ് വിഡ്ജറ്റിനെ പ്ലേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ സെൻറ്റർ എന്ന് പറയുന്ന ഒരു വിഡ്ജറ്റ് ഉപയോഗിച്ചു. അപ്പോൾ സെൻറ്റർ എന്താ ചെയ്തത്, സെൻറ്റർ എന്തിൻ്റെ ചൈൽഡാണ്, കണ്ടെയ്നറിൻ്റെ ചൈൽഡാണ് അല്ലേ. അപ്പോൾ കണ്ടെയ്നറിൻ്റെ പൊസിഷൻ എന്താണോ, കണ്ടെയ്നറിൻ്റെ വിഡ്ത്ത് എത്രയാണോ ഹൈറ്റ് എത്രയാണോ അതിൻ്റെ വെർട്ടിക്കലി നോക്കിയാലും ഹൊറിസോണ്ടലി നോക്കിയാലും മിഡിലായി വരുന്ന ആ ഒരു പൊസിഷനിൽ ടെക്സ്റ്റ് എന്ന് പറയുന്ന ആ ഒരു വിഡ്ജറ്റിനെ ഡിസ്പ്ലേ ചെയ്യിപ്പിച്ചു. അതാണ് സെൻറ്റർ എന്ന് പറയുന്ന വിഡ്ജറ്റിൻ്റെ പർപ്പസ്. വെർട്ടിക്കലി നോക്കിയാലും ഹൊറിസോണ്ടലി നോക്കിയാലും സെൻറ്ററിൽ വരുന്ന തരത്തിൽ അതിൻ്റെ സെൻറ്ററിൻ്റെ ചൈൽഡിനെ സെൻറ്റർ പ്ലേസ് ചെയ്യും. അങ്ങനെയുള്ള പർപ്പസുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സെൻറ്റർ വിഡ്ജറ്റ് ഉപയോഗിക്കുന്നത്. സെൻറ്റർ വിഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ ചൈൽഡ് ലേഔട്ട് വിഡ്ജറ്റാണ്. ഓക്കെ, അപ്പോൾ നമുക്കിത് ഓൾറെഡി അറിയാവുന്ന ഒരു വിഡ്ജറ്റാണ്. ഞാൻ അതുകൊണ്ട് അതിന് വേണ്ടി അധികം സമയം സ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ സെൻറ്റർ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് സൈസ്ഡ് ബോക്സ് എന്ന് പറയുന്ന ഒരു വിഡ്ജറ്റിനെ പറ്റിയാണ്. ഓക്കെ, അതും ഒരു സിംഗിൾ ചൈൽഡ് ലേഔട്ട് വിഡ്ജറ്റാണ്. നമുക്കതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നമ്മൾ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല അത്. അപ്പം ഒന്ന് നോക്കാം, സൈസ്ഡ് ബോക്സ്. അപ്പോൾ അത് എഴുതുമ്പോൾ സ്പെല്ലിങ് തെറ്റായിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കുക. കാരണം ഈ വിഡ്ജറ്റുകളെല്ലാം ഓൾറെഡി ഫ്ലട്ടറിൽ ഡിഫൈൻഡ് ആണ്. അപ്പം നമ്മൾ സ്പെല്ലിംഗ് ഒക്കെ തെറ്റിച്ച് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എറർ കിട്ടും. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ സൈസ്ഡ് ബോക്സിൻ്റെ ഒരു പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ടെയ്നർ ഉപയോഗിച്ചപ്പോൾ നമ്മൾ പഠിച്ചു കണ്ടെയ്നർ നമുക്ക് വിഡ്ത്ത് അസൈൻ ചെയ്ത് കൊടുക്കാം, അതുപോലെ ഹൈറ്റ് അസൈൻ ചെയ്ത് കൊടുക്കാമെന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. അതുപോലെ തന്നെ വിഡ്ത്തും ഹൈറ്റും സെറ്റ് ചെയ്യുന്ന തരത്തിൽ ഒരു കണ്ടെയ്നർ തന്നെയാണിത്. അതിന് വിഡ്ത്ത് സെറ്റ് ചെയ്യാം, ഹൈറ്റ് സെറ്റ് ചെയ്യാം. പക്ഷേ കണ്ടെയ്നറിൻ്റെ ഫുൾ ഫീച്ചേഴ്സ് ഒന്നുമില്ല. എന്ന് പറഞ്ഞാൽ കളേഴ്സ്, അതുപോലെ പാഡിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ നമുക്കിതിൽ ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ നമുക്ക് വിഡ്ത്തും ഹൈറ്റും മാത്രം സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വിഡ്ജറ്റാണ് സൈസ്ഡ് ബോക്സ് എന്ന് പറയുന്നത്.
അപ്പോൾ ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പിൽ നമുക്കൊരു പർട്ടിക്കുലർ ഏരിയ നമുക്ക് ഒരു കാര്യം ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഇമേജ് കാണിക്കാൻ വേണ്ടി അങ്ങനെ എന്തെങ്കിലും ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സൈസ്ഡ് ബോക്സ് ഉപയോഗിക്കുന്നത്. ഇനി ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നമുക്ക് ഒന്നും തന്നെ ഡിസ്പ്ലേ ചെയ്യേണ്ട ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു ഏരിയ ഡിസ്പ്ലേ ചെയ്യണമെങ്കിലും നമുക്ക് സൈസ്ഡ് ബോക്സ് ഉപയോഗിക്കാൻ പറ്റും. അതിൻ്റെ വിഡ്ത്ത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും, ഹൈറ്റും സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ സൈസ്ഡ് ബോക്സിന് ചൈൽഡും പാസ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതായത് നമ്മൾ ഈ ടെക്സ്റ്റ് പാസ് ചെയ്ത പോലെ അല്ലെങ്കിൽ ഒരു കണ്ടെയ്നർ അതുപോലെ എന്തും തന്നെ നമുക്ക് ഒരു ചൈൽഡായിട്ട് ഒരു വിഡ്ജറ്റിനെ നമുക്ക് ചൈൽഡായിട്ട് ഈ പറയുന്ന സൈസ്ഡ് ബോക്സിലേക്ക് പാസ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ സൈസ്ഡ് ബോക്സിന് മുകളിലൊന്ന് ഹോവർ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തൊക്കെ തരത്തിലുള്ള നെയിംഡ് പാരാമീറ്റേഴ്സ് അതിൽ സ്വീകരിക്കുന്നുള്ളത്. കീ ഉണ്ട്, വിഡ്ത്ത്, ഹൈറ്റ്, അതുപോലെ ചൈൽഡ്. അപ്പോൾ നമുക്ക് സൈസ്ഡ് ബോക്സിന് ഒരു വിഡ്ത്തും ഹൈറ്റും ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ അതിനായിട്ടുള്ള നെയിംഡ് പാരാമീറ്റർ എന്താണ്? വിഡ്ത്ത്. അതിലേക്ക് ഞാൻ 200 മതി. ഓക്കെ, 200 വിഡ്ത്തായിട്ട് കൊടുത്തു. അതുപോലെ ഹൈറ്റ് 100 മതി. ഇനി അതിലേക്ക് ചൈൽഡായിട്ട് നമുക്ക് ടെക്സ്റ്റ് വിഡ്ജറ്റിനെ പാസ് ചെയ്യാം. അതിലേക്ക് മല്ലു ഡെവലപ്പർ എന്ന് പ്രിൻ്റ് ചെയ്ത് കൊടുക്കാം. നമുക്കൊന്ന് സേവ് ചെയ്ത് നോക്കാം എന്താണ് ഔട്ട്പുട്ട് വരാൻ പോകുന്നതെന്ന്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഈ ഒരു മല്ലു ഡെവലപ്പർ എന്ന് പ്രിൻ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ഏകദേശം വെർട്ടിക്കലി സെൻറ്ററായിട്ടും അതുപോലെ ഹൊറിസോണ്ടലി നോക്കിയാൽ ഇടതുവശത്ത് കുറച്ച് സ്പേസ് കുറവാണ് വലതുവശത്തെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കിയാൽ അല്ലേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈസ്ഡ് ബോക്സിൻ്റെ ആ ഒരു ആപ്ലിക്കേഷൻ അതിൻ്റെ ഒരു പർപ്പസ് നമുക്കിതിൽ ശരിക്കും മനസ്സിലാവുന്നില്ല. കാരണം നമ്മളിവിടെ ഈ സിംഗിൾ ചൈൽഡ് ലേഔട്ട്സ് എന്ന് പറയുന്ന ഈ ഒരു വിഡ്ജറ്റ് എന്തിൻ്റെ ചൈൽഡാണ്? ഒരു സെൻറ്റർ വിഡ്ജറ്റിൻ്റെ ചൈൽഡാണ് അല്ലേ. അതുകൊണ്ട് നമുക്ക് എന്ത് പറ്റും? ഈ മല്ലു ഡെവലപ്പർ എന്ന് പ്രിൻ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഒരു സിംഗിൾ ചൈൽഡ് ലേഔട്ടിൽ കാണുന്ന ഏതൊരു വിഡ്ജറ്റും അതിനകത്തുള്ള കണ്ടൻറ്റ് എന്താണോ അത് വെർട്ടിക്കലിയും ഹൊറിസോണ്ടലിയും സെൻറ്ററായിട്ട് വരുന്ന തരത്തിൽ ഈ പറയുന്ന സെൻറ്റർ വിഡ്ജറ്റ് ഓൾറെഡി പ്ലേസ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്കിങ്ങനെ കാണാൻ പറ്റാത്തത്. എന്താണ് അതിൻ്റെ ഒരു വ്യക്തമായ ഒരു പ്ലേസ്മെൻറ്റ് നമുക്ക് കാണാൻ പറ്റാത്തത് അതുകൊണ്ടാണ്. അപ്പം ഞാനിവിടെ എന്ത് ചെയ്യാൻ പോകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെൻറ്റർ വിഡ്ജറ്റിനെ നമ്മളിവിടെ നിന്ന് ഒഴിവാക്കാൻ പോവുകയാണ്. കാരണം അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാം ബൈ ഡിഫോൾട്ട് നമ്മുടെ സ്ക്രീനിൻ്റെ സെൻറ്ററിലേക്ക് കൊണ്ടുവരണം അല്ലേ. നമുക്ക് അതിൻ്റെ ഒരു പ്ലേസിംഗ് ഒന്നും കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ ചൈൽഡ് ലേഔട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു വിഡ്ജറ്റിനെ സ്കാഫോൾഡിൻ്റെ ബോഡിയായിട്ട് ഡയറക്റ്റായിട്ട് അങ്ങ് കൊടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? ഇവിടെ ഈ മല്ലു ഡെവലപ്പർ എന്ന് പറയുന്ന ആ ഒരു ടെക്സ്റ്റ് ഏറ്റവും ടോപ്പിലേക്ക് പോയി. ആ ഒരു സൈസ്ഡ് ബോക്സിൻ്റെ വിഡ്ത്ത് എത്രയാണ്? 200. അതുപോലെ ഹൈറ്റ് എത്രയാണ്? 100. അത് മനസ്സിലാക്കാൻ നമുക്ക് ഈ ടെക്സ്റ്റിനെ ഒരു സെൻറ്റർ വിഡ്ജറ്റിനുള്ളിൽ പ്ലേസ് ചെയ്യാം. കണ്ടില്ലേ? ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടി കാണും. അതായത് ഇനി അസ്യൂം ചെയ്യുക സൈസ്ഡ് ബോക്സ് എന്ന് പറയുന്നത് എന്താണ്? 200 പിക്സൽ വിഡ്ത്തും 100 പിക്സൽ ഹൈറ്റുമുള്ളൊരു സ്ക്വയറായിട്ട് അസ്യൂം ചെയ്യുക. അതായത് 200 പിക്സൽ വിഡ്ത്തും 100 പിക്സൽ ഹൈറ്റുമുള്ള ഒരു സ്ക്വയർ. അതിൻ്റെ ഏറ്റവും മിഡിലായി, അതായത് വെർട്ടിക്കലി നോക്കിയാലും ഹൊറിസോണ്ടലി നോക്കിയാലും എല്ലാം മിഡിലായി വരുന്ന തരത്തിൽ ടെക്സ്റ്റ് പ്രിൻ്റ് ചെയ്ത് വരാൻ നമ്മൾ സെൻറ്റർ ഉപയോഗിച്ചു. അപ്പോൾ അങ്ങനെ ഒരു ടെക്സ്റ്റ് ഇവിടെ നമുക്ക് സ്ക്രീനിൽ പ്രിൻ്റ് ചെയ്ത് കിട്ടി അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും സൈസ്ഡ് ബോക്സ് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷനൊക്കെ വരുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഈ ബേസിക് ആയിട്ടുള്ള വിഡ്ജറ്റുകളെല്ലാം പഠിച്ചതിന് ശേഷം നമ്മൾ കുറേയധികം എക്സസൈസുകൾ ചെയ്യുന്നതായിരിക്കും. ആ എക്സസൈസുകൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ സൈസ്ഡ് ബോക്സിൻ്റെയും പാഡിങ്ങിൻ്റെയും കണ്ടെയ്നറിൻ്റെയും അതുപോലെ സെൻറ്ററിൻ്റെയും ഒക്കെ യൂസേജ് അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ അതിൻ്റെ ഒരു പർപ്പസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. സൈസ്ഡ് ബോക്സ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് അലൈൻ എന്ന് പറഞ്ഞൊരു വിഡ്ജറ്റാണ്. അതെങ്ങനെയാണ് അതിൻ്റെ ഒരു സിൻടാക്സ് കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ നമ്മളിവിടെ റിട്ടേൺ ചെയ്യാൻ പോകുന്നത് അലൈൻ എന്ന് പറയുന്ന ഒരു വിഡ്ജറ്റാണ്. ഓക്കെ, സ്പെല്ലിങ് തെറ്റാതെ നോക്കുക, അലൈൻ. അപ്പോൾ അലൈൻ എന്ന് പറയുന്ന ആ ഒരു വിഡ്ജറ്റിന് എന്തൊക്കെ തരത്തിലുള്ള നെയിംഡ് പാരാമീറ്റേഴ്സ് ഉണ്ടെന്ന് നോക്കാം. കീ ഉണ്ട്, ഒരു അലൈൻമെൻ്റ് ഉണ്ട്, അതുപോലെ വിഡ്ത്തും ഹൈറ്റും പറയുന്ന തരത്തിലുള്ള ഒരു ഫാക്ടർ അത് നമ്മൾ ഉപയോഗിക്കുന്നില്ല ഇപ്പോൾ തൽക്കാലം. അതുപോലെ ചൈൽഡ് എന്ന് പറയുന്നൊരു നെയിംഡ് പാരാമീറ്ററും ഉണ്ട്. ഓക്കെ, അലൈൻമെൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ അലൈൻമെൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു വിഡ്ജറ്റ് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിഡ്ജറ്റിനുള്ളിൽ വേറൊരു വിഡ്ജറ്റിനെ അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതായത് വെബ് ഡെവലപ്മെൻറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ടെക്സ്റ്റ് അലൈൻ എന്ന് പറഞ്ഞിട്ട് ടെക്സ്റ്റ് ലൈൻ ലെഫ്റ്റ്, ടെക്സ്റ്റ് ലൈൻ റൈറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ അലൈൻമെൻറ്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫ്ലോട്ട് എന്ന് പറഞ്ഞിട്ടൊരു
ഒരു ടൈപ്പ് പഠിച്ചിട്ടുണ്ട്. അതുപോലെയൊക്കെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് വെബ് ഡെവലപ്മെൻറ്റ് ഒന്നും പഠിച്ചിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ മറന്നു കളഞ്ഞേക്കുക. അലൈൻമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. സെൻറ്റർ എന്താ ചെയ്യുന്നത്? സെൻറ്റർ എന്ന് പറയുന്ന വിഡ്ജറ്റ് എന്താ ചെയ്യുന്നത്? സെൻറ്ററിൻ്റെ ചൈൽഡ് എന്താണോ അതിനെ സെൻറ്ററായിട്ട് അലൈൻ ചെയ്യും. അതായത് ഹൊറിസോണ്ടലി നോക്കിയാലും വെർട്ടിക്കലി നോക്കിയാലും സെൻറ്ററായിട്ട് വരുന്ന തരത്തിൽ അതിൻ്റെ ചൈൽഡിനെ അത് അലൈൻ ചെയ്യും അല്ലേ? അപ്പോൾ സെൻറ്ററിന് എന്താ ചെയ്യാൻ പറ്റുന്നത്? സെൻട്രൽ അലൈൻമെൻറ്റ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അലൈൻ എന്ന് പറയുന്ന ഈ ഒരു വിഡ്ജറ്റ് ഉപയോഗിച്ചാൽ നമുക്ക് ഏത് തരത്തിലുള്ള അലൈൻമെൻറ്റും സാധിക്കും. ഉദാഹരണത്തിന് ടോപ്പ് ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോപ്പിൽ ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മുടെ ചൈൽഡിനെ അലൈൻ ചെയ്യണം. അപ്പോൾ നമ്മൾ അതിൻ്റെ യൂസേജ് അതിൻ്റെ ആപ്ലിക്കേഷനൊക്കെ നമ്മളിപ്പോൾ പഠിക്കും. അപ്പോൾ ഇത്രയും ആലോചിക്കുക. നമുക്ക് നമ്മുടെ ചൈൽഡ് നമുക്കൊരു വിഡ്ജറ്റ് ഉണ്ട്. അതിൻ്റെ പൊസിഷൻ അലൈൻ ചെയ്യണമെങ്കിൽ, അതായത് റൈറ്റിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ ലെഫ്റ്റിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ ബോട്ടം സൈഡിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ ഒരു ടോപ്പ് സൈഡിലേക്ക് മാറ്റണം. അങ്ങനെയുള്ള ഒരു അലൈൻമെൻറ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വിഡ്ജറ്റാണ് അലൈൻ എന്ന് പറയുന്ന ഈ ഒരു വിഡ്ജറ്റ്. അപ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞു, ഇതിനൊരു ചൈൽഡ് എന്ന് പറയുന്ന ഒരു നെയിംഡ് പാരാമീറ്റർ ഉണ്ട്. അപ്പോൾ നമ്മുടെ ചൈൽഡിലേക്ക് ഞാൻ എന്ത് പാസ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്? ടെക്സ്റ്റ് എന്ന് പറയുന്ന വിഡ്ജറ്റ്. അതിൽ നമുക്ക് മല്ലു ഡെവലപ്പർ എന്ന് വാല്യൂയും പാസ് ചെയ്ത് കൊടുക്കാം. ചൈൽഡ് എന്ന് പറയുന്ന പാരാമീറ്ററിനുള്ള വാല്യൂ നമ്മൾ ഓൾറെഡി പാസ് ചെയ്തു. അടുത്തായിട്ട് നമ്മുടെ അലൈൻമെൻറ്റ് എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്, അതായത് അലൈൻമെൻറ്റ് എന്ത് അലൈൻമെൻറ്റാണ് നമുക്കിവിടെ വേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു നെയിംഡ് പാരാമീറ്റർ ഉണ്ട്. അതിൻ്റെ പേരാണ് അലൈൻമെൻറ്റ്. ഓക്കെ, അപ്പം നമ്മുടെ അലൈൻമെൻറ്റ് സ്പെസിഫൈ ചെയ്യുന്ന നെയിംഡ് പാരാമീറ്ററിൻ്റെ പേരാണ് അലൈൻമെൻറ്റ്. അതുപോലെ തന്നെ അലൈൻമെൻറ്റ് എന്ത് ടൈപ്പ് ഓഫ് ഡേറ്റയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അത് നമുക്ക് ആ അലൈൻമെൻറ്റിന് മുകളിൽ ഹോവർ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. അലൈൻമെൻറ്റ് ജിയോമെട്രി എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് വാല്യൂ ആണ് ഈ അലൈൻമെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇതൊരു ബേസ് ക്ലാസ് ആണ്. ഇൻഹെറിറ്റൻസിനെ കുറിച്ച് ആലോചിക്കുക. അലൈൻമെൻറ്റ് ജിയോമെട്രി എന്ന് പറയുന്ന ഒരു ബേസ് ക്ലാസ് ആണ്. അതിൻ്റെ ഒരു ചൈൽഡ് ക്ലാസ്സിനെയാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഇതെവിടെ കിട്ടുന്നൊക്കെ ഉള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരുവാണ്, ഞാൻ ഈ പറയുന്നത് കൂടാതെ എന്തെങ്കിലും നിങ്ങൾക്ക് തന്നെ ചെയ്ത് നോക്കണോ, അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ വരുന്നുണ്ടോ, അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും flutter.dev എന്ന് പറയുന്ന ഒരു ഒഫീഷ്യൽ ഡോക്യുമെൻറ്റേഷനിൽ പോയി സെർച്ച് ചെയ്യുക. അവിടെ എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഈ പറയുന്ന ഈ ഹോവർ ചെയ്യുമ്പോൾ കാണുന്ന അലൈൻമെൻറ്റ് ജിയോമെട്രി എന്ന് പറയുന്ന ക്ലാസ് അല്ല. കാരണം അലൈൻമെൻറ്റ് ജിയോമെട്രി എന്ന് പറയുന്ന ഒരു ബേസ് ക്ലാസ് ആണ്. ഇവിടെ ഇൻഹെറിറ്റൻസ് ഉണ്ട്. അപ്പോൾ ഈ ഹോവർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഈ ക്ലാസ് അല്ല നമ്മളിവിടെ മെൻഷൻ ചെയ്യേണ്ട ക്ലാസ്. അതായത് അലൈൻമെൻറ്റിലേക്ക് പാസ് ചെയ്ത് കൊടുക്കേണ്ട ഡേറ്റ എന്ത് ടൈപ്പാണെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ അലൈൻമെൻറ്റ് ജിയോമെട്രി എന്ന് പറയുന്ന ബേസ് ക്ലാസ്സിന് ഒരു സബ് ക്ലാസ് ഉണ്ട്. അതിൻ്റെ പേരാണ് അലൈൻമെൻറ്റ്. ഓക്കെ, ഈ അലൈൻമെൻറ്റ് എന്ന് പറയുന്ന ഈ സബ് ക്ലാസ്സിന് കുറേ അധികം പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ അലൈൻമെൻറ്റ് ഡോട്ട് എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് സജഷൻസ് ഇവിടെ വരുന്നത് കാണാം അല്ലേ? ബോട്ടം സെൻറ്റർ, ബോട്ടം ലെഫ്റ്റ്, ബോട്ടം റൈറ്റ്, സെൻറ്റർ ലെഫ്റ്റ്, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള പ്രോപ്പർട്ടീസ് കാണാം അല്ലേ? അപ്പം ഞാൻ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻറ്റർ എന്ന് പറയുന്ന പ്രോപ്പർട്ടി സെലക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ അലൈൻമെൻറ്റിലേക്ക് പാസ് ചെയ്തത് എന്താണ്? അലൈൻമെൻറ്റ് എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ സെൻറ്റർ എന്ന് പറയുന്ന പ്രോപ്പർട്ടി. ശരിക്കും പറഞ്ഞാൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ സെൻറ്റർ വിഡ്ജറ്റ് എന്താണ് ചെയ്തത് അത് തന്നെയാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. സെൻറ്റർ വിഡ്ജറ്റ് എന്താ ചെയ്തത്? വെർട്ടിക്കലിയും ഹൊറിസോണ്ടലിയും സെൻറ്ററായിട്ട് വരുന്ന തരത്തിൽ അതിൻ്റെ ചൈൽഡിനെ പ്ലേസ് ചെയ്യും. അതല്ലേ സെൻറ്റർ വിഡ്ജറ്റ് ചെയ്യുന്നത്? അത് തന്നെയാണ് ഇപ്പോൾ ഈ അലൈൻ എന്ന് പറയുന്ന വിഡ്ജറ്റും ഇവിടെ ചെയ്തത്. കാരണം നമ്മൾ അവിടെ അലൈൻമെൻ്റ് ആയിട്ട് സെറ്റ് ചെയ്തത് എന്താണ്? അലൈൻമെൻറ്റ് ഡോട്ട് സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പേരൻറ്റ് വിഡ്ജറ്റിൻ്റെ സെൻറ്റർ, അതായത് ഹൊറിസോണ്ടലി നോക്കിയാലും വെർട്ടിക്കലി നോക്കിയാലും സെൻറ്ററായിട്ട് വരുന്ന തരത്തിൽ എൻ്റെ ചൈൽഡിനെ പ്ലേസ് ചെയ്യാനാണ് നമ്മളിവിടെ പറഞ്ഞു കൊടുത്തത്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ നമുക്കിവിടെ സെൻറ്റർ വിഡ്ജറ്റിൻ്റെ ആവശ്യം വരുന്നില്ല നമ്മൾ അലൈൻ യൂസ് ചെയ്താൽ അല്ലേ? ശരിക്കും പറഞ്ഞാൽ എന്തിനാണ് ഇപ്പോൾ സെൻറ്റർ വിഡ്ജറ്റ് യൂസ് ചെയ്യുന്നതെന്നൊരു ക്വസ്റ്റ്യൻ വരാം. നമുക്ക് എന്തുകൊണ്ട് അലൈൻ വിഡ്ജറ്റ് യൂസ് ചെയ്താൽ പോരെ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക്? കാരണം കൂടുതൽ ഓപ്ഷൻസ്, കൂടുതൽ കോൺഫിഗറേഷൻസ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുമല്ലോ എന്ന് അല്ലേ? അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ഒരു എക്സാമ്പിൾ ആലോചിക്കുക. 2 പേർക്ക് ഒരു സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്തേക്ക് പോകാൻ ഒരു ബൈക്ക് എടുക്കുന്നതാണോ അതൊരു ബസ് എടുക്കുന്നതാണോ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ളൊരു മെത്തേഡ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ അലൈൻമെൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു വിഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ മെമ്മറി അലോക്കേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ നമുക്ക് സെൻറ്റർ എന്ന് പറയുന്ന ആ ഒരു പ്രോപ്പർട്ടി ക്രിയേറ്റ് ചെയ്യുമ്പോൾ താരതമ്യം ചെയ്ത് നോക്കി കഴിഞ്ഞാൽ വളരെ കുറച്ച് മെമ്മറി ആയിരിക്കും അലോക്കേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ സെൻറ്റർ എന്ന് പറയുന്ന ആ ഒരു പ്രോപ്പർട്ടി മാത്രം, അതായത് നമുക്കൊരു വിഡ്ജറ്റിനെ സെൻട്രലൈസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മുടെ പർപ്പസ് എങ്കിൽ
അവിടെ സെൻറ്റർ വിഡ്ജറ്റ് ഉപയോഗിക്കുക. അതല്ല ഇനി അതിൽ കൂടുതൽ അലൈൻമെൻറ്റുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ അലൈൻ എന്ന് പറയുന്ന ഈ ഒരു വിഡ്ജറ്റ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. യൂസ് ചെയ്താലും തെറ്റൊന്നുമില്ല. പക്ഷേ എപ്പോഴും ഇതാണ് ഒരു ബെസ്റ്റ് പ്രാക്ടീസ് അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത്. നമ്മൾ ഏറ്റവും കുറവ് മെമ്മറി യൂസ് ചെയ്ത് ഏറ്റവും കുറവ് റിസോഴ്സ് ഉപയോഗിച്ച് നമ്മൾ പ്രോഗ്രാം ചെയ്യണം. ഓക്കെ, അപ്പോൾ അടുത്തായിട്ട് നമുക്കൊരു വേറൊരു പ്രോപ്പർട്ടി നോക്കാം. അലൈൻമെൻറ്റിൻ്റെ വേറൊരു പ്രോപ്പർട്ടി നോക്കാം, ബോട്ടം സെൻറ്റർ. ഓക്കെ, അത് സേവ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊന്ന് അസ്യൂം ചെയ്ത് നോക്കാം ഇത് എവിടെ വരും എന്നുള്ളത്. സെൻറ്റർ എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ സെൻറ്റർ ആയിരിക്കും. ഇങ്ങനെ നോക്കുക, ലെഫ്റ്റ് ആണെങ്കിൽ അത് ലെഫ്റ്റ് സൈഡിലായിരിക്കും, സെൻറ്റർ ആണെങ്കിൽ മിഡിലായിരിക്കും, റൈറ്റ് സൈഡ് ആണെങ്കിൽ റൈറ്റ് സൈഡ്. ഓക്കെ, അപ്പോൾ ബോട്ടം സെൻറ്റർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? ടോപ്പ് സൈഡ് ഇതാണ്, ബോട്ടം ഇതാണ്. അപ്പം ബോട്ടം സൈഡിൽ സെൻറ്ററിൽ വരുന്ന തരത്തിൽ, അതായത് മല്ലു ഡെവലപ്പർ എന്ന് ഏകദേശം ഈ ഒരു ഏരിയയിൽ പ്രിൻറ്റ് ചെയ്ത് കാണിക്കണം അല്ലേ. അപ്പോൾ നമുക്കൊന്ന് സേവ് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, നമ്മൾ ഉദ്ദേശിച്ച തരത്തിലുള്ള ഒരു ഔട്ട്പുട്ട് തന്നെ നമുക്ക് കിട്ടി. സ്ക്രീനിൻ്റെ ബോട്ടം സൈഡിൽ സെൻറ്ററിലായിട്ട് നമുക്ക് ചൈൽഡായ ടെക്സ്റ്റിനെ പ്രിൻറ്റ് ചെയ്ത് കിട്ടി അല്ലേ. അടുത്തതായിട്ട് നമുക്ക് ബോട്ടം റൈറ്റ് നോക്കാം. ഇപ്പോൾ ഇവിടെ എന്തായിരിക്കണം ഔട്ട്പുട്ട്? ബോട്ടം തന്നെ ആയിരിക്കണം, പക്ഷേ ഈ മല്ലു ഡെവലപ്പർ എന്നുള്ളത് ഈ റൈറ്റ് സൈഡിലായിട്ട് പ്രിൻറ്റ് ചെയ്ത് കാണിക്കണം അല്ലേ. നമുക്ക് നോക്കാം. കണ്ടില്ലേ, നമ്മൾ ഉദ്ദേശിച്ച ഒരു ഔട്ട്പുട്ട് തന്നെ കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് ഈ അലൈൻമെൻറ്റ് എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ഒരുപാട് പ്രോപ്പർട്ടീസ് വേറെയുമുണ്ട്. സെൻറ്റർ റൈറ്റ് ഉണ്ട്, സെൻറ്റർ ലെഫ്റ്റ് ഉണ്ട്, അതുപോലെ ടോപ്പ് സെൻറ്റർ ഉണ്ട്, ടോപ്പ് ലെഫ്റ്റ് ഉണ്ട്, ടോപ്പ് റൈറ്റ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഈ ഒരു ഓപ്ഷൻസൊക്കെ വെച്ച് തന്നെത്താനെ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കുക. അതായത് ഞാൻ പഠിപ്പിക്കുന്ന അത് മാത്രം ഫോക്കസ് ചെയ്യാതെ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഉപയോഗിച്ച് പലതരത്തിൽ ഈ ഒരു പ്രോപ്പർട്ടീസൊക്കെ ഉപയോഗിച്ച് എക്സ്പെരിമെൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വളരെ ചെറിയൊരു വീഡിയോ ആണ്, എനിക്കറിയാം. ഒരുപാട് ഇൻഫർമേഷൻ ഇതിൽ കുത്തി നിറയ്ക്കുന്നില്ല. കാരണം നമ്മളുടെ ടൈറ്റിൽ എന്തായിരുന്നു? സിംഗിൾ ചൈൽഡ് ലേ ഔട്ട് വിഡ്ജറ്റുകളെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതായിരുന്നു ഈ ഒരു 3, അതായത് കഴിഞ്ഞ 2 വീഡിയോയും അതായത് ഈ ഒരു വീഡിയോയുടെയും ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി എന്തൊക്കെ പഠിച്ചു ഒന്ന് റീക്യാപ്പ് ചെയ്ത് നോക്കാം. കണ്ടെയ്നർ എന്താണെന്ന് പഠിച്ചു. ഇപ്പോൾ കണ്ടെയ്നർ ഉപയോഗിച്ച് നമ്മൾ കുറേ മോഡിഫിക്കേഷൻസ് അല്ലെങ്കിൽ കുറേ സ്റ്റൈലിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ പഠിച്ചു അല്ലേ. കളർ കൊടുത്തു, അതുപോലെ ബോർഡർ കൊടുത്തു, ബോർഡർ റേഡിയസ് കൊടുത്തു, ഷാഡോ, പാഡിങ്, മാർജിൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു. അപ്പോൾ അതൊക്കെ നമ്മൾ കോഡ് ചെയ്യുന്ന സമയത്തെല്ലാം ഒരുപാട് ഉപയോഗിക്കാൻ പോകുന്ന കുറച്ച് ഫീച്ചേഴ്സാണ് അതൊക്കെ. അതുപോലെ തന്നെ സിംഗിൾ ചൈൽഡ് ലേ ഔട്ട് വിഡ്ജറ്റുകളായിട്ട് ഫ്ലട്ടർ പ്രൊവൈഡ് ചെയ്യുന്ന മറ്റ് വിഡ്ജറ്റുകളാണ് പാഡിങ്, സെൻറ്റർ, സൈസ് ടു ബോക്സ്, അതുപോലെ അലൈൻ എന്ന് പറഞ്ഞ ഇപ്പം നമ്മൾ ഈ നോക്കിയ വിഡ്ജറ്റുകളെല്ലാം. ഈ വിഡ്ജറ്റുകളെല്ലാം നമ്മൾ ഒരുപാട് യൂസ് ചെയ്യാൻ പോകുന്ന വിഡ്ജറ്റുകളാണ് നമ്മൾ അതായത് ആപ്പുകൾ ചെയ്തു തുടങ്ങുമ്പോൾ. ഓക്കെ, അപ്പോൾ ഈ ഒരു വിഡ്ജറ്റുകളെല്ലാം പരിചയപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ഈ 3 വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്ത വീഡിയോ ടോപ്പിക് എന്ന് പറയുന്നത് മൾട്ടി ചൈൽഡ് ലേ ഔട്ട് വിഡ്ജറ്റുകളായിരിക്കും. ഓക്കെ, മൾട്ടി ചൈൽഡ് ലേ ഔട്ട് വിഡ്ജറ്റുകളിൽ കോളം എന്ന് പറയുന്ന വിഡ്ജറ്റുണ്ട്, റോ എന്ന് പറയുന്ന വിഡ്ജറ്റുകളുണ്ട്, അതുപോലെ ലിസ്റ്റ് വ്യൂ, സ്റ്റാക്ക്, ഗ്രിഡ് വ്യൂ, അങ്ങനെ കുറേ അധികം വിഡ്ജറ്റുകളെക്കുറിച്ച് നമ്മൾ അടുത്ത വീഡിയോയിൽ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. പലരുടെയും ഞാൻ ആദ്യം തന്നെ ഈ വീഡിയോയുടെ തുടക്കം തന്നെ പറഞ്ഞതാണ് എങ്ങനെയാണ് കണ്ടെയ്നർ ഒരു സിംഗിൾ ചൈൽഡ് ലേ ഔട്ട് വിഡ്ജറ്റായെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. ഒരുപാട് പേര് ക്വസ്റ്റ്യൻ ചോദിച്ചു ഇതെങ്ങനെയാണ് സിംഗിൾ ചൈൽഡ് ആവുന്നത്. അവർ നോക്കിയപ്പോൾ ശരിയാണ്, കണ്ടെയ്നറിനകത്ത് സെൻറ്റർ വന്നു, സെൻറ്ററിനകത്ത് ടെക്സ്റ്റ് വന്നു, അപ്പോൾ ഒന്നിൽ കൂടുതൽ വിഡ്ജറ്റുകൾ കണ്ടെയ്നറിനകത്ത് വന്നു, ശരിയാണ്. പക്ഷേ കണ്ടെയ്നറിൻ്റെ ചൈൽഡായിട്ട് നമ്മൾ പാസ് ചെയ്തത് എന്താണ്? സെൻറ്റർ എന്ന് പറയുന്ന വിഡ്ജറ്റിനെ മാത്രമാണ് അല്ലേ. സെൻറ്ററിൻ്റെ ചൈൽഡായിട്ടാണ് നമ്മൾ ടെക്സ്റ്റിനെ പാസ് ചെയ്തത്. അതായത് ഈ ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരിക്കലും കണ്ടെയ്നറിൻ്റെ ചൈൽഡ് അല്ല. ഓക്കെ, കണ്ടെയ്നറിൻ്റെ ഗ്രാൻഡ് ചൈൽഡ് എന്നൊക്കെ പറയാം. അതായത് കണ്ടെയ്നറിൻ്റെ മകനാണ് സെൻറ്ററിൻ്റെ മകനാണ് ടെക്സ്റ്റ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കണ്ടെയ്നറിൻ്റെ ചൈൽഡ് ഏതാണ്? സെൻറ്റർ മാത്രമാണ്. സെൻറ്ററിൻ്റെ ചൈൽഡാണ് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു റിലേഷൻഷിപ്പ് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിൾ ഓർത്താൽ മാത്രം മതി. അതുപോലെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വേറൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഞാൻ കൺസ്ട്രക്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മൾ ഇൻഹെറിറ്റൻസും അതുപോലെ ക്ലാസ്സുകളും ഒബ്ജക്റ്റുകളൊക്കെ പഠിച്ച സമയത്ത് നമ്മൾ കൺസ്ട്രക്ടറിലേക്ക് നെയിംഡ് പാരാമീറ്റേഴ്സിനെ പാസ് ചെയ്യുന്നതിനെക്കുറിച്ച് പഠിച്ചു അല്ലേ. നെയിംഡ് പാരാമീറ്റേഴ്സിനെ കൺസ്ട്രക്ടറിലേക്ക് പാസ് ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോ പബ്ലിഷ് ചെയ്ത സമയത്ത് ഒരു ഫ്രണ്ട് ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്, നമ്മളിവിടെ നെയിംഡ് പാരാമീറ്റേഴ്സ്
ഫങ്ഷൻസിലേക്കും പാസ് ചെയ്തു. ഉദാഹരണത്തിന് മാർജിൻ എന്ന് പറയുന്ന ഒരു നെയിംഡ് പാരാമീറ്ററിൽ നമ്മൾ ഓൺലി എന്ന് പറഞ്ഞ ഫങ്ഷൻ ഉപയോഗിച്ചപ്പോൾ, ഉദാഹരണത്തിന് ലെഫ്റ്റ് 10 അല്ലെങ്കിൽ റൈറ്റ് 100 എന്ന് പറഞ്ഞ് നമ്മൾ ഈ ഓൺലി എന്ന് പറയുന്ന ഈ ഒരു ഫങ്ഷനിലേക്ക് നെയിംഡ് പാരാമീറ്റേഴ്സായ ലെഫ്റ്റ്, റൈറ്റ് അല്ലെങ്കിൽ ബോട്ടം, ടോപ്പ് അങ്ങനെയുള്ള നെയിംഡ് പാരാമീറ്റേഴ്സിനെ നമ്മളൊരു ഫങ്ഷനിലേക്ക് പാസ് ചെയ്തു അല്ലേ. അപ്പോൾ നമ്മൾ മുൻപേ പഠിച്ച, അതായത് ഇൻഹെറിറ്റൻസ് ഒക്കെ പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ച ആ ഒരു ബേസിക് അനുസരിച്ച് നമ്മൾ കൺസ്ട്രക്റ്റേഴ്സിലേക്കാണ് നെയിംഡ് പാരാമീറ്റേഴ്സിനെ പാസ് ചെയ്തത്. ഒരിക്കലും നമ്മൾ ഫങ്ഷൻസ് പഠിച്ച സമയത്ത് നെയിംഡ് പാരാമീറ്റേഴ്സ് യൂസ് ചെയ്തില്ല അല്ലേ. വളരെ ഡീഫോൾട്ടായിട്ടുള്ള, അതായത് നോർമൽ രീതിയിലുള്ള പാരാമീറ്റേഴ്സിനെയാണ് നമ്മൾ പാസ് ചെയ്തത്. നെയിംഡ് പാരാമീറ്റേഴ്സിനെ പാസ് ചെയ്തതില്ല. കാരണം ആ സമയത്ത് ഞാനത് വിട്ടുപോയതാണ്. അതായത് ഫങ്ഷൻസിനും നമുക്ക് നെയിംഡ് പാരാമീറ്റേഴ്സിനെ പാസ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ കൺസ്ട്രക്ടറിൻ്റെ കേസിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്തത്? ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കിവിടെ ഒരു കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ബേസിക് വിഡ്ജറ്റ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ആണ് അല്ലേ. അപ്പോൾ അതിന് നമുക്കൊരു കൺസ്ട്രക്ടർ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണ് ഇതിലേക്ക് നെയിംഡ് പാരാമീറ്റേഴ്സിനെ പാസ് ചെയ്യുന്നത്? ദിസ് ഡോട്ട് നെയിം. അതിന് ആദ്യം തന്നെ എന്ത് ചെയ്യണം? സ്ട്രിങ് നെയിം എന്ന് പറഞ്ഞൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവണം അല്ലേ. അപ്പോൾ സ്ട്രിങ് നെയിം എന്ന് പറയുന്ന വേരിയബിൾ ഈ ബേസിക് വിഡ്ജറ്റിന് ഓൾറെഡി ഉണ്ടെങ്കിൽ ആ നെയിം എന്ന് പറയുന്ന വേരിയബിളിനെ ഒരു നെയിംഡ് പാരാമീറ്ററായിട്ട് എങ്ങനെ നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കും? ഈ ഒരു കൺസ്ട്രക്ടറിനുള്ളിൽ കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ദിസ് ഡോട്ട് നെയിം എന്ന് മെൻഷൻ ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഒരു ഫങ്ഷനിലേക്കും നെയിംഡ് പാരാമീറ്റേഴ്സിനെ പാസ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഈ ഉദാഹരണത്തിന് ഇവിടെ ബിൽഡ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷനാണ്. അതിനുള്ളിലെ ഒരു പാരാമീറ്ററാണ് ഈ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇതൊരു നെയിംഡ് പാരാമീറ്റർ ആണോ? അല്ല. കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു നെയിംഡ് പാരാമീറ്റർ അല്ല അല്ലേ. അപ്പോൾ ഈ ബിൽഡ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നതിന് ഒരു നെയിംഡ് പാരാമീറ്റർ ആക്കണേ എന്ത് ചെയ്യണം? ഒരു കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, അതിനുള്ളിൽ നമ്മുടെ വേരിയബിളിനെ ഡിഫൈൻ ചെയ്യുക. ഇവിടെ നമുക്ക് എറർ കിട്ടുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ഓൾറെഡി ബിൽഡ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റിലെ ഒരു ഫംഗ്ഷനാണ്. നമ്മൾ അതിനെ ഓവർ റൈഡ് ചെയ്യുക ചെയ്യുന്നത് അല്ലേ. പക്ഷേ ഇതിൻ്റെ ഈ ഒരു ബിൽഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ, സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റിലുള്ള ഡെഫിനിഷൻ അനുസരിച്ച് ഈ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു നെയിംഡ് പാരാമീറ്റർ അല്ല, നോർമൽ പാരാമീറ്ററാണ്. അതുകൊണ്ടാണ് നമുക്കിവിടെ എറർ കിട്ടുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു ഫംഗ്ഷനിലേക്ക് നമുക്ക് നെയിംഡ് പാരാമീറ്റേഴ്സിനെ പാസ് ചെയ്യണമെങ്കിൽ ആ പാരാമീറ്റേഴ്സിനെ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ പാരാമീറ്റേഴ്സിനെ ഒരു കേർലി ബ്രാക്കറ്റിനുള്ളിൽ ഡിഫൈൻ ചെയ്താൽ നമുക്ക് ഫങ്ഷൻസിലേക്ക് നെയിംഡ് പാരാമീറ്റേഴ്സിനെ പാസ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതൊന്ന് പറഞ്ഞുതരാൻ വേണ്ടി മാത്രമാണ് ഞാനിവിടെ ഈ ഒരു ബിൽഡിനെ മോഡിഫൈ ചെയ്തത്. ഒരിക്കലും നമ്മളിങ്ങനെ ബിൽഡിനെ മോഡിഫൈ ചെയ്യില്ല റിയൽ കേസിൽ. അപ്പോൾ ഒരു ഫംഗ്ഷൻ, ഏതൊരു ഫംഗ്ഷൻ എടുത്താലും അതിലേക്ക് നെയിംഡ് പാരാമീറ്റേഴ്സിനെ പാസ് ചെയ്യണമെങ്കിൽ നമ്മുടെ പാരാമീറ്റർ, നോർമലി നമ്മൾ പാസ് ചെയ്യുന്ന പാരാമീറ്ററിനെ ഒരു കേർലി ബ്രാക്കറ്റിനുള്ളിൽ ഡിഫൈൻ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ വീഡിയോ അത്രയേ ഉള്ളൂ. വളരെ ചെറിയൊരു വീഡിയോ ആണ്, അറിയാം. പക്ഷേ ഒരുപാട് ഇൻഫർമേഷൻസ് ഈ വീഡിയോയിൽ കുത്തി നിറച്ച് ഈ ഒരു ടോപ്പിക്കിൽ നിന്നും വഴിമാറി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ചെറിയൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ മൾട്ടി ചൈൽഡ് ലേഔട്ട് വിഡ്ജറ്റുകളെ കുറിച്ച് പഠിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.